നാറാണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടിട്ടില്ലേ? ഭാരമുള്ള ഒരു വലിയ പാറക്കല്ല് കഷ്ടപ്പെട്ട് കുന്നിൻ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റുക, എന്നിട്ടത് താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുക, വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. അത്തരമൊരു രീതി ഇന്ത്യൻ ഫുട്ബോളിൽ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. പ്രതീക്ഷയുടെ കൊടുമുടിയിലേക്ക് ആരാധകരെ കൂട്ടിക്കൊണ്ടുപോയി ഒന്നുമില്ലായ്മയിലേക്ക് തള്ളിയിടും, പിന്നാലെ പൊട്ടിച്ചിരിക്കും. ഒടുവിൽ വീണ്ടും പ്രതീക്ഷകളുടെ ഭാരമായി പുതിയ സീസണിന് തുടക്കമിടും. നാളിതുവരെ ക്ലബ്ബ് തുടരുന്ന രീതി അത് തന്നെയാണ്, അത് മാത്രമാണ്. ലൂണയോ നോയോ ഇല്ല, ഐമനും അസറുമില്ല, എന്തിന് ടച്ച് ലൈന് വെളിയിൽ TG പുരുഷോത്തമൻ പോലുമില്ല. പുതിയൊരു ISL സീസൺ ഒരാഴ്ച ദൂരത്തിൽ നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ പഴയ ശൂന്യതയിൽ തന്നെ നിൽക്കുകയാണ്. തങ്ങളുടെ ക്ലബിന്റെ വിഷൻ എന്തെന്നോ മിഷൻ എന്തെന്നോ അറിയാത്ത വലിയ ശൂന്യതയിൽ. ദുസാൻ ലഗത്തോർ, കോൾഡോ ബിയറ്റ, ഐമൻ, അസർ. ഒരാഴ്ച മുമ്പ് 24 മണിക്കൂറിനിടെ ബ്ലാസ്റ്റേഴ്സിന്റെ 4 താരങ്ങൾ ടീം വിട്ടപ്പോൾ പുതിയ സീസണിലുള്ള എല്ലാ പ്രതീക്ഷകളും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പെട്ടിക്കുള്ളിൽ അടച്ചതാണ്. വിദേശ താരങ്ങളില്ലാതെ ഒരു കംപ്ലീറ്റ് ഇന്ത്യൻ നിരയുമായി എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സീസൺ കളിച്ചവസാനിപ്പിക്കുമെന്ന് അവർക്കുള്ളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ റൗളിൻ ബോർജസ് എന്ന ദേശീയ താരത്തെ ടീമിലെത്തിച്ച് മാനേജ്മെന്റ് ആ ചോദ്യങ്ങൾക്കുള്ള ആദ്യ മറുപടി നൽകി. ഐമന് പകരം റൗളിൻ മിഡ്ഫീൽഡിൽ കളി കൺട്രോൾ ചെയ്യാൻ ടീമിൽ ആളായി. എന്നാലും നോഹയുടെയും ലൂണയുടെയും എല്ലാം പകരക്കാരാരാകുമെന്ന ചോദ്യം അവർക്കുള്ളിലുണ്ടായിരുന്നു. ഫുൾ ഇന്ത്യൻ ലൈനപ്പുമായി സോഷ്യൽ മീഡിയ പേജുകൾ കളം പിടിച്ചു തുടങ്ങുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് അനൗൺസ് ചെയ്തത്. മർലോൺ റൂയിസ് ത്രൂയിലോ, ജർമ്മനിയിൽ നിന്നുള്ള 22-കാരൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ഫ്രാങ്ക്ഫർട്ട് മെയിൻസ് അക്കാദമിയിലൂടെ കളി പഠിച്ച മർലോൺ ഫ്ലോറിയൻ വിറ്റ്സ്, ജമാൽ മുസിയാല എന്നിവർക്കൊപ്പം ജർമ്മൻ അണ്ടർ-18 ടീമിൽ കളിച്ചിട്ടുണ്ട്. പിന്നാലെ PSG B ടീമിലൊക്കെ കളിച്ച ഫ്രഞ്ച് വിംഗർ കെവിൻ യോക്കിനെ കൂടി ടീമിലെത്തിച്ചതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികൾ എന്തെന്ന് ആരാധകർക്കും മനസ്സിലായി. നിലവിലെ സീസൺ കളിക്കാൻ മാത്രമായി ഒരു താൽക്കാലിക സ്ക്വാഡ് ഉണ്ടാക്കുക, ഒരു സീസണിന് വേണ്ടി മാത്രം വിദേശ താരങ്ങൾ എത്തിക്കുക, ബാക്കിയെല്ലാം പിന്നീട് ആലോചിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ സിമ്പിളായിരുന്നു. റിസർവ് ടീം താരങ്ങളായിരുന്ന അജ്സൽ, എബിൻദാസ്, ജഗന്നാഥ് എന്നിവരെ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തതോടെ ആ ഇന്റന്റ് ഒന്നുകൂടെ വ്യക്തമായി. ഗോകുലം കേരളയിൽ നിന്ന് സ്പാനിഷ് മിഡ്ഫീൽഡർ മത്യാസ് ഹെർണാണ്ടസിനെ കൂടി ടീമിലെത്തിച്ച ബ്ലാസ്റ്റേഴ്സ് പക്ഷെ അവിടം കൊണ്ട് നിർത്തിയില്ല. യുവാൻ റോഡ്രിഗസിലൂടെ പരിഹരിക്കുമെന്ന് കരുതിയ മിലോസ് ഡ്രിൻസിച്ചിന്റെ വിടവിനെ നികത്താൻ അവർക്കൊരു താരത്തെ അത്യാവശ്യമായിരുന്നു. ഒപ്പം ഗോളടിക്കാൻ പോകുന്ന ഒരു പ്രോപ്പർ സ്ട്രൈക്കറെയും. അങ്ങനെ 33-കാരൻ വിക്ടർ ബർത്തോമിയോയും 31-കാരൻ ഒമർ ബായും ടീമിലെത്തി. സ്പാനിഷ് സെക്കൻഡ്, തേർഡ് ഡിവിഷനുകളിൽ കളിച്ചു തുടങ്ങിയ ബർത്തോമിയോ ഹോങ്കോങ് ക്ലബ്ബ് ഈസ്റ്റേണിനൊപ്പം ഏഷ്യൻ ഫുട്ബോളിൽ പരിചയസമ്പത്തുള്ള വ്യക്തിയാണ്. ഗിനിയക്കാരനായ ഒമർ ബായ് ആകട്ടെ സെന്റർ ഡിഫൻഡർ റോളിനപ്പുറം റൈറ്റ് ബാക്കായും ഹോൾഡിംഗ് മിഡ്ഫീൽഡറായും ഒക്കെ കളിക്കാൻ പോകുന്ന ഒരാളും. 180 മുകളിൽ ഉയരമുള്ള ഈ 2 താരങ്ങളും ഏരിയൽ ബോളുകളിൽ എതിർ ടീമിന് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളവരാണ്. സാധാരണയായി ഇത്തരം കണ്ടിന്യൂസ് സൈനിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്താറില്ല. അതിനാൽ തന്നെ ആരാധകരും ഈ നീക്കത്തെ അതിശയത്തോടെയാണ് നോക്കിക്കണ്ടത്. പുതിയൊരു സീസണിന് ഒരുങ്ങുമ്പോൾ ക്ലബ്ബ് തങ്ങളുടെ ട്രാൻസ്ഫർ പോളിസിയിൽ വരുത്തിയ മാറ്റങ്ങൾ അവരെ വീണ്ടും പ്രതീക്ഷകളുടെ കൊടുമുടി കയറാൻ പ്രേരിപ്പിച്ചു. ലൂണയില്ലെന്ന വിഷമമുണ്ടെങ്കിലും നിലവിലെ ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് താരം അത്തരമൊരു തീരുമാനമെടുത്തതെന്ന വാർത്ത അവരെ ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ ATKയുടെ ചാമ്പ്യൻ സ്ക്വാഡിൽ നിന്നും മലയാളി താരം സലാഹുദ്ദീൻ അദ്നാനെ കൂടി ബ്ലാസ്റ്റേഴ്സ് റാഞ്ചിയതോടെ ആരാധകരുടെ ആവേശം ഇരട്ടിയായി. ഡ്യൂറന്റ് കപ്പിൽ ATKയ്ക്കായി മാൻ ഓഫ് ദി മാച്ച് പ്രകടനം നടത്തിയ മുൻ ബ്ലാസ്റ്റേഴ്സ് റിസർവ് താരം കൂടിയായിരുന്ന അദ്നാന്റെ വരവിനെ അവർ ഒരു പോസിറ്റീവ് സൈനായാണ് കണ്ടത്. റൗളിൻ ബോർജസിനെയും അദ്നാനെയും പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ഓപ്ഷനുകൾ ടീമിലുള്ളത് ടീമിനൊരു മുതൽക്കൂട്ടാവുമെന്നും അവർ ഉറപ്പിച്ചു. പുതിയൊരു പറ്റം വിദേശ താരങ്ങളാണ് ടീമിലുള്ളത്. ISLൽ തീരെ പരിചയസമ്പത്തില്ലാത്ത താരങ്ങൾ. അതുകൊണ്ട് തന്നെ ടീമിലെ ഇന്ത്യൻ താരങ്ങൾക്ക് സീസണിൽ ക്ലബിന്റെ മുന്നോട്ട് പോക്കിൽ നിർണായക റോളുണ്ട്. എന്നാൽ ഒരാഴ്ച ദൂരത്ത് ആദ്യ മത്സരം വരാനിരിക്കെ ടീം ക്യാമ്പിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. സഹപരിശീലകൻ TG പുരുഷോത്തമന് പിന്നാലെ അമീർ റണാവാഡ കൂടി ടീം വിടുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഏറെ പ്രതീക്ഷകളോടെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച മുൻ ISL ചാമ്പ്യൻ കൂടിയായ റണവാഡയ്ക്ക് ക്ലബ്ബുമായി 2030 വരെ കരാറുണ്ട്. എന്നിരുന്നാലും ബദ്ധവൈരികളായ ATKയിലേക്ക് താരത്തെ പറഞ്ഞയക്കാൻ ക്ലബ്ബ് സമ്മതം മൂളിയതായാണ് പുതിയ വിവരം. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ലെങ്കിലും താരം ഇന്നലെ പോസ്റ്റ് ചെയ്ത് റീൽ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഇത് തന്നെയാണ്. ഈ ട്രാൻസ്ഫർ നടന്നാൽ ഒരൊറ്റ ISL മത്സരം പോലും കളിക്കാതെയാവും താരം ടീം വിടുന്നതെന്ന് ശ്രദ്ധേയമാവും. റൈറ്റ് ബാക്ക് റോളിൽ അതോടെ ബ്ലാസ്റ്റേഴ്സിന് സന്ദീപ് സിംഗിനപ്പുറം മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരും. ബ്ലാസ്റ്റേഴ്സ് വിട്ട ഐമനും അസറും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയിൽ കരാർ ഒപ്പിട്ടു. TG പുരുഷോത്തമനാകട്ടെ സീസണിൽ ഒഡീഷയുടെ മുഖ്യ പരിശീലകനായും ചുമതലയേറ്റു. ഫെബ്രുവരി 14 കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ISLന്റെ 12ാം സീസണിന് കിക്ക് ഓഫീസിൽ വരുമ്പോൾ ഇന്ത്യയിലെ 2 ഫുട്ബോൾ ക്യാപിറ്റലുകൾ മുഖാമുഖം വരികയാണ്. ചാമ്പ്യന്മാരുടെ പകിട്ടുമായി ATK എത്തുമ്പോൾ കന്നി കിരീടമാണ് കൊമ്പന്മാരുടെ ലക്ഷ്യം. വീണ്ടും നാറാണത്ത് ഭ്രാന്തനെ പോലെ മലയാളികൾ ഈ സീസണിൽ പ്രതീക്ഷയുടെ മല കയറി തുടങ്ങണോ? ഡേവിഡ് കറ്റാലയുടെ ഈ നിര കിരീടത്തിലെത്തുമോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ?